സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കുകയാണ്. 52 ദിവസത്തിന് ശേഷം ഇന്ന് അർദ്ധരാത്രിയോടെ വലിയ മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ പോകും. വറുതിയുടെ നാളുകൾക്ക് ശേഷം കടലമ്മ കനിയും എന്നുള്ള പ്രതീക്ഷയിലാണ് മത്സ്യബന്ധന മേഖല. കഴിഞ്ഞ 52 ദിവസങ്ങളായി അനങ്ങാതെ കിടക്കുന്ന ബോട്ടുകളാണ്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഈ ബോട്ടുകളൊക്കെ തന്നെ കടലിലേക്ക് പോകും. ഇഷ്ടദൈവങ്ങൾക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് ഇഷ്ടദൈവങ്ങളെ മനസ്സിൽ വരിച്ച് കടലമ്മ കനിയണേ എന്ന വലിയ പ്രാർത്ഥനയോടെ ആശങ്കയുടെ 52 ദിനങ്ങൾ കഴിയുകയാണ്. ഇനി പ്രതീക്ഷകൾ. രാത്രി 12 മണിയോടെ വലിയ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോകും. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി, വലകൾ ഒരുങ്ങി. ഇനി ചാകര കണ്ടാൽ മതി. ഇതാണ് പ്രതീക്ഷ. എല്ലാവരെയും ബോട്ട് മുതലാളിമാരെ നമ്മളെല്ലാവരും പ്രതീക്ഷയാണ് ഈ 2 ദിവസത്തെ 52 ദിവസം കഴിഞ്ഞുള്ള പരിപാടികൾ. കഴിഞ്ഞ പണിയൊക്കെ നല്ല പണിയായിരുന്നു. ബോട്ടിൻ്റെ നല്ല അത്യാവശ്യം പണിയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ബോട്ടുകൾക്ക് പണിയൊക്കെ ഉണ്ടായിരുന്നു. തൊഴിലാളികൾക്ക് കഴിഞ്ഞ 52 ദിനങ്ങൾ അവധിയുടേതായിരുന്നു. അവധിയുടെ ആലസ്യം കഴിഞ്ഞ് അധ്വാനത്തിലേക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് തൊഴിലാളികൾ. സാധാരണ ഒരു ഉത്സവത്തിന് ഒരുങ്ങുന്ന പോലെയാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ കടലിലേക്ക് പോകുന്നതും. ലക്ഷങ്ങൾ വിലയുള്ള വലയാണ്. ഈ ഒരു വലയ്ക്ക് മാത്രം ഏകദേശം 1 ലക്ഷത്തിൽ പരം രൂപയുടെ ചിലവ് വരുന്നുണ്ട്. മാത്രമല്ല ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് നാട്ടിലേക്ക് പോയിരുന്നു. അവരൊക്കെ തിരിച്ചു വരുമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ തിരിച്ചു വന്നു. തമിഴ്നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ, കുളച്ചുകാരായിട്ടുള്ള ആൾക്കാർ. വെക്കേഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. 60 ദിവസം നാട്ടിലുണ്ടല്ലേ, ഭയങ്കര കഷ്ടമാണ്. ഇനി ഇവിടെ പണിയെടുത്താൽ രക്ഷപ്പെടും. ചില ബോട്ടുകൾ നാളെ ഉച്ചയോടെ മടങ്ങി വരും. മറ്റുള്ളവ ഒരാഴ്ചയെങ്കിലും കടലിൽ നെങ്കൂരമിട്ട് മത്സ്യബന്ധനം നടത്തും. പുറമേ കാണുന്ന ഒരുക്കങ്ങൾ മാത്രമല്ല, അകത്തും വലിയ രീതിയിൽ ഒരുക്കങ്ങൾ വേണം. കാര്യം ദിവസങ്ങളോളം കടലിൽ താമസിക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കാനുള്ള അരി, മറ്റ് സാമഗ്രികളെല്ലാം തന്നെ ഉണ്ട്. വലിയ ഗ്യാസ് സിലിണ്ടർ, വലിയ പാചകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ കുക്കറുകളടക്കം, പാത്രങ്ങളടക്കം എല്ലാം ക്രമീകരിച്ചുകൊണ്ടാണ് ഈ തൊഴിലാളികളൊക്കെ തന്നെ കടലിലേക്ക് പോകുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 52 ദിനങ്ങൾ ബോട്ടുടമകൾക്ക് പോക്കറ്റ് കാലിയാകുന്ന ദിനങ്ങളായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കും വലകൾക്കുമായി മുടക്കിയത് ലക്ഷങ്ങൾ. വലിയ സാമ്പത്തികം ചെലവാക്കിയാണ് ഞങ്ങളുടെ ഈ ബോർഡും വലയും റോപ്പും ബോട്ടിന് ആവശ്യമുള്ള സാധന സാമഗ്രികളെല്ലാം വാങ്ങിയത്. ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ്. ചൂട് കൂടുതലാണെന്നാണ് കാലാവസ്ഥയുടെ പ്രവചനം വന്നിരിക്കുന്നത്. അതിൻ്റെതായ ഒരു പ്രയാസവും ഇതിനകത്തുണ്ട്. ആദ്യ ദിനം ചെമ്മീനും കിളിമീനുമാണ് സാധാരണ ലഭിക്കാറുള്ളത്. കഴിഞ്ഞ തവണ മികച്ച സീസണായിരുന്നു. ഇത്തവണ മഴയിൽ ഉണ്ടായ കുറവ് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തൊഴിലാളികൾക്കും ഉടമകൾക്കുമുണ്ട്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.